എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അങ്ങനെ ഞാൻ ഇവിടെ ജപ്പാനിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോംബെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളിൽ കൂടുതൽ അതിൽ മാത്രമാണ് എനിക്ക് അറിവ് ഉണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ് എങ്ങനെ നടത്താം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആ സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കിയതിനാൽ ഞാൻ സഹോദരൻ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന എൻ്റെ സഹോദരൻ ഷിജോയെ ഇവിടേക്ക് ഞാൻ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ അന്ന് ക്ഷണിക്കുകയും അവൻ ആദ്യം ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് അത്യാവശ്യം ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ സമയത്ത് അവന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നമസ്കാർ എന്ന പേരിൽ ഒഡക്യു സഗമിഹര എന്ന സ്ഥലത്ത് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനവും ഈ ബോംബെ റെസ്റ്റോറൻറ്റിൻ്റെ കൂട്ടത്തിൽ, സഹോദരൻ്റെ കൂട്ടത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ സമയം ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് സഹോദരൻ ഷിജോയുടെ വിവാഹവും നടക്കുന്നത്. ആ വിവാഹ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങളെല്ലാവരും നാട്ടിൽ, കേരളത്തിൽ പോകുന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷം അവൻ ഭാര്യയോടൊപ്പം ഇവിടെ തിരികെ വന്ന് കുറച്ചു കാലം കൂടി ആ റെസ്റ്റോറൻറ്റ് എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അവൻ ആ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വേറെ ആൾക്ക് കൈമാറിയ ശേഷം റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റ് ബോംബെയുടെ ആദ്യ റെസ്റ്റോറൻറ്റിന് അടുത്ത് തന്നെ അത്സുഗിയിൽ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് ഞങ്ങൾ എക്കിമായ ബ്രാഞ്ച് എന്ന പേരിൽ, അതൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് അന്ന് കൊറോണയുടെ സമയത്ത് എല്ലാ ദുരിതങ്ങളും എല്ലാവരും അനുഭവിച്ച ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് കൂടി ആ സമയത്ത് കൊറോണക്കാലത്ത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൊറോണക്കാലത്തെ ബിസിനസ്സിൻ്റെ തകർച്ച മൂലം, ബിസിനസ്സിൽ ഉണ്ടായ നഷ്ടം മൂലം റെസ്റ്റോറൻറ്റ് അടച്ച ഒരു ജാപ്പനീസ് യാക്കിനിക്കിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനടുത്ത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് അവർ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കൂടി ഞങ്ങൾ വാങ്ങുന്നു. ആ കൊറോണ കാലഘട്ടം ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓടിച്ച് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കൊറോണ കാലം നമ്മൾ കടന്നു വന്ന നമ്മുടെ ഈ ജീവിതത്തെ ശരിക്കും ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം തന്നെ രണ്ടായിട്ട് വിഭജിച്ച ഒരു സമയമാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം. അപ്പോൾ ആ കൊറോണയ്ക്ക് മുമ്പുള്ള കാലവും കൊറോണയ്ക്ക് ശേഷമുള്ള കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ കൊറോണ കാലത്ത് ഇന്ത്യയിൽ വലിയ ലോക്കൗട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ ആ വാർത്തകളെല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടു. എങ്കിലും അത്രമാത്രം ഒരു ഭീകരത ഇവിടെ ഉണ്ടായില്ല. ഇവിടെയും ഞങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകളൊന്നും അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. റെസ്റ്റോറൻറ്റിലെ സമയം വെട്ടിച്ചുരുക്കി ഞങ്ങൾ 11 മണി വരെ അല്ല 10 മണി വരെയൊക്കെ രാത്രി നടത്തിക്കൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ 8 മണിക്ക് ഒക്കെ അടയ്ക്കേണ്ടി വന്നു. അതുപോലെ റെസ്റ്റോറൻറ്റിൽ ആൽക്കഹോൾ, മദ്യം ആർക്കും വിതരണം ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ല. റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല, ഇവിടെയുള്ള കടകളിലൊക്കെ പ്രായപൂർത്തിയാകണമെന്ന് മാത്രമേ ഉള്ളൂ. മദ്യം ആർക്കും എവിടെയും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം ഈ കൊറോണ കാലത്ത് കടകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ നിരോധിച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരും എല്ലാ കാര്യങ്ങളും ഇവർ വളരെ കാര്യമായി സൂക്ഷ്മമായി പഠിച്ചിട്ട് തന്നെയാണ്. കാരണം മദ്യം കഴിക്കുമ്പോൾ ആളുകൾ കൂടുതൽ വാചാലരാകുന്നു, കൂടുതൽ നമ്മളുടെ ശ്രദ്ധ വിടുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് മാസ്ക് വെച്ചൊക്കെയാണ് എല്ലാവരും റെസ്റ്റോറൻറ്റുകളിലെല്ലാം ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ റെസ്റ്റോറൻറ്റിൽ ആളുകൾ തമ്മിൽ ഇരിക്കുന്നതിനുള്ള ഒരു ദൂരപരിധിയും എല്ലാം നിശ്ചയിച്ചാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മദ്യത്തിൻ്റെ ഉപയോഗം ആ സമയത്ത് നിർത്തി എന്നത് ഈ ആളുകൾ തമ്മിൽ കൂടുതൽ പരസ്പരം അധികം സംസാരിക്കുകയും അതിലൂടെ ഈ കൊറോണയുടെ വ്യാപനം കൂടുതൽ ഉണ്ടാകാതിരിക്കുവാനും കൂടി ഒരു ശ്രദ്ധ നൽകിയ ഒന്നായിരുന്നു. അങ്ങനെ ആ ഒരു റെസ്ട്രിക്ഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ കൊറോണയ്ക്ക് സമയത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഞങ്ങൾ തുടങ്ങുന്നു. ഈ സമയത്ത് തന്നെ ഉണ്ടായ എനിക്ക് ഒരു മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ലാലേട്ടനുമായി പരിചയപ്പെടുവാൻ, മോഹൻലാലുമായിട്ട് നടന രംഗത്തെ ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ഒരു വലിയ മഹാത്ഭുതമായി കടന്നു പോകുന്ന ആ ലാലേട്ടനെ എനിക്കും ഞാൻ ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു നടനാണ്. അദ്ദേഹത്തെപ്പറ്റി ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞു. ഇവിടെ ജപ്പാനിലുള്ള ചില സുഹൃത്തുക്കൾ അദ്ദേഹവുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചതും അപ്പോൾ അവർ പറഞ്ഞു കേട്ട കഥകളിലൊക്കെ കേട്ടും, അതുപോലെ മുതുകാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മജീഷ്യൻ മുതുകാട് അദ്ദേഹത്തെ മാജിക്ക് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഇത്രമാത്രം
ഒരു പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന രീതിയിൽ മുൻജന്മത്തിൽ ഇദ്ദേഹം ഒരു മജീഷ്യനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ മാജിക്കുകളെല്ലാം വളരെ പെട്ടെന്ന് കൈയടക്കിയ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലൊക്കെ മോഹൻലാലിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടപ്പോഴുണ്ടായ അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം കൊണ്ട് തന്നെ അദ്ദേഹത്തോടുണ്ടായ ഒരു ആകർഷണവുമെല്ലാം കൊണ്ട് നാട്ടിൽ കാണണമെന്ന് പരിചയപ്പെടണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ കാണുവാനിടയായ ഒരു നിമിത്തം, അതൊരു നിമിത്തം മൂലം ഉണ്ടായ ഒരു സമയവും ഈ കൊറോണ കാലഘട്ടമാണ്. ഞാൻ നാട്ടിൽ കൊറോണ സമയത്ത് എത്തുമ്പോൾ അന്ന് എനിക്ക് വീട്ടിൽ അമ്മയും ആൻറ്റിയുമാണുള്ളത്. ഇച്ചാതിൻ്റെ സഹോദരി ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അവിവാഹിതയായിട്ട്. അവർ രണ്ടുപേരും അന്ന് അസുഖവുമായിട്ട് വീട്ടിൽ കഴിയുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കൊറോണ കാലഘട്ടമാണ്. യാത്ര കഴിഞ്ഞ് വിമാനത്തിൽ ചെല്ലുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകണ്ട എന്ന ഒരു കാരണത്തിൽ അന്ന് ആ സമയത്ത് തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് ജോസഫ്, അമേരിക്കയിൽ കാലിഫോർണിയയിലുള്ള ജോസഫും ചേർന്ന് വാഗമണ്ണിലെ ഒരു മനോഹരമായ സ്ഥലത്ത് അഗാപ്പെ എക്കോ സ്പിരിച്വൽ റിസോർട്ട് എന്ന പേരിലൊരു റിസോർട്ട് അവിടെ വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ആ റിസോർട്ടിൽ പോയി ഒരു കുറച്ച് ദിവസം, ഒരാഴ്ചക്കാലം ഒന്ന് നിന്ന ശേഷം വീട്ടിലേക്ക് വരാം എന്ന് ഞാൻ വിചാരിച്ച് ജപ്പാനിൽ നിന്ന് ഞാൻ നാട്ടിലെത്തിയ ഉടൻ തന്നെ ഞാൻ ഈ റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ റിസോർട്ടിൽ പോയി കുറച്ച് ദിവസം അവിടെ വിശ്രമിക്കാം, അതിനുശേഷം ആകട്ടെ വീട്ടിലേക്ക് വരുന്നത്. യാത്ര ചെയ്ത് വിമാനത്തിൽ വന്ന സമയമാണല്ലോ. എന്തെങ്കിലും കൊറോണയുടെയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാതാവിനോ അല്ലെങ്കിൽ ആൻറ്റിക്കോ ഒന്നും ബാധിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഈ വാഗമണ്ണിലെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് അഗാപ്പിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അഗാപ്പിയുടെ തൊട്ട് ചേർന്ന് തന്നെയുള്ള ഒരു ഋതംബര എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ സെൻറ്റർ, അത് മോഹൻലാൽ പേട്രനായിട്ട് അവിടെ ഒരു 10 ഏക്കർ സ്ഥലത്ത് ചെറിയ വില്ലകൾ പണിത് തീർത്തുകൊണ്ട് ഒരു വലിയൊരു ബുദ്ധ വിഗ്രഹം അവിടെ സ്ഥാപിച്ച് ഒരു മെഡിറ്റേഷൻ സെൻറ്റർ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ അവർ ഋതംബര എന്ന ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഋതംബരയുടെ പേട്രനാണ് മോഹൻലാൽ. അദ്ദേഹം ഏത് സമയവും അവിടെ സന്ദർശിക്കാൻ വരും എന്ന് മുൻപ് മുതലേ അറിയാമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ ചെല്ലുന്ന ആ ദിവസത്തിൻ്റെ പിറ്റേന്ന് അവിടെ മോഹൻലാൽ അന്ന് ഒരു ഷൂട്ടിങ്ങുമായിട്ട് അദ്ദേഹം കുളമാവിലുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഡ്രൈവറും വേറൊരു സ്റ്റാഫും മാത്രമായിട്ട് ഈ സ്ഥലം കാണുവാൻ അദ്ദേഹം അതുവരെയും അവിടെ ഋതംബരം സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കാണുന്നതിനും അവിടെയുള്ള അംഗങ്ങളുമായിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് ആർ രാമാനന്ദ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ യുവ എഴുത്തുകാരനും അതുപോലെ ആത്മീയ രംഗത്ത് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ആത്മീയ രംഗത്ത് പല പുസ്തകങ്ങളുമൊക്കെ എഴുതി വളരെ പേര് എടുത്ത ഒരു യുവ പ്രതിഭയാണ് ആർ രാമാനന്ദ്. അപ്പോൾ അദ്ദേഹവും അവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഈ ഋതംബരയുടെ സെക്രട്ടറി. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ രാമാനന്ദിനെ പരിചയപ്പെട്ടിരുന്നു. രാമാനന്ദാണ് പറയുന്നത്, നാളെ ഞങ്ങൾക്ക് ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട അതിഥി ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളോട് പോലും പറഞ്ഞിട്ടില്ല, ഇവിടെയുള്ള നാട്ടുകാർ ആർക്കും അറിയില്ല. അദ്ദേഹം രാവിലെ വരും. അപ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് മോഹൻലാലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് അവസരം ഉണ്ടാക്കാമോ, കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതിനെന്താ, ഒരു കുഴപ്പമില്ല. രാവിലെ ഞാൻ ഈ ഋതംബരയിൽ തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അന്ന് ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ കഴിക്കുവാൻ പോകുന്നു. അവർക്കവിടെ പ്രത്യേക കഫറ്റേരിയ എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തേക്ക് ഇവിടെ വന്നാൽ മതി. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്നെ ലാലേട്ടന് ഞാൻ ജപ്പാനിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള ഒരു കാരണവും അതിനകത്തൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സഹോദരതുല്യമായ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഏറെ നേരം അന്ന് അവിടെ ഒരുമിച്ച് സൗഹൃദം പങ്കിടുന്നു. അദ്ദേഹത്തിന് ഇവിടെ ജപ്പാനിൽ വന്നപ്പോഴുണ്ടായ അനുഭവം, ഇവിടെ ജോസി അതുപോലെ ജോർജ് ഇവരെല്ലാമായിട്ടുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ, ഇതെല്ലാം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഈ ജോസിയും ജോർജും എല്ലാം അന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, അത് ചില കാര്യങ്ങളൊക്കെ ഞങ്ങളന്ന് അത് അതിശയോക്തികരമായിട്ടാണോ ഇവർ പറഞ്ഞത് എന്നുള്ള ഒരു സംശയം പോലും അന്ന് ഞങ്ങൾക്കിവിടെ മലയാളികൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് ലാലേട്ടനിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ജപ്പാനിലുണ്ടായിരുന്ന ജോർജ് അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോയി, ഈ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അതുപോലെ ജോസി ആ സമയത്ത് ഒരു അപകടത്തിൽപ്പെട്ട് ജപ്പാനിൽ
ഒരു വലിയ അപകടത്തിൽപ്പെട്ട അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിൽ അന്ന് കഴിയുന്ന അവസ്ഥയാണ്. അന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തെ ഒരു കോമാ സ്റ്റേജിലായി അദ്ദേഹത്തെ അവിടെ പരിചരിച്ച് അദ്ദേഹത്തിന് അത്യാവശ്യം ബോധം ഒക്കെ വന്നു, എന്നാലും സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ആ കഴിയുന്ന സമയത്ത് പോലും ലാലേട്ടന് ആ വീട്ടിൽ അവരെ വിളിച്ച് ഈ ജോസിയുടെ വിവരങ്ങൾ തിരക്കാറുണ്ടെന്നും ഇതെല്ലാം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കാരണം അത്രയും പഴയ കാലത്തുണ്ടായിരുന്ന ജപ്പാൻകാരൊക്കെ മറന്നുപോയ ഒരു മനുഷ്യനാണ് ജോസി. ആ ജോസിയോട് അദ്ദേഹം കാണിക്കുന്ന ആ സ്നേഹം, അദ്ദേഹത്തിന് ശരിക്കും ജോസിയെക്കൊണ്ട് ജോസി ആ സമയത്ത് ഒരു ജീവശവമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് അന്നും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തിരക്കി അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് ജോസിയുടെ സഹോദരനും, ഞാൻ പിന്നീട് ജോസിയും ഞാനും ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ജോസിയുടെ സഹോദരനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചു എന്നെല്ലാം പറയുന്നതും അതും ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെ മോഹൻലാലുമായിട്ട് ലാലേട്ടനുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദം അവിടെ വെച്ച് തുടങ്ങുവാൻ കഴിഞ്ഞത് അത് ഈ ഒരു കൊറോണ കാലത്തെ ഒരു മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. ആ ഓർമ്മ കൂടി ഇവിടെ എല്ലാവരുമായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡ് കൂടി, ഒരു വീഡിയോ ക്ലിപ്പോട് കൂടി ഈ ജീവിതാനുഭവങ്ങളുടെ പരമ്പര ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. തുടർന്നും ഇത്തരം അനുഭവങ്ങൾ, ജപ്പാനിലെ ജീവിതാനുഭവങ്ങളുമായിട്ട് ഞാൻ കടന്നു വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.